കാക്ക നാസർക്ക് ഒരു സൈക്കോയാണ്. എപ്പോഴും സംശയ അഭയായിട്ട് ചേർത്ത് പറിച്ചില്ല. മുറിയിൽ വരച്ച മാനൊക്കെ മായച്ചു കളഞ്ഞ്. അല്ല പെൺമാൻ ഞാനും ആൺമാൻ അഭിയാണെന്ന് അപ്പൊ പറഞ്ഞു നടക്കണേ. എന്തൊക്കെ പറയണേ ഫാത്തിയെ. ഞാൻ ഇന്നലെ അഭിനെ കണ്ടീന്. നാസറോട് സംസാരിക്കുകയും ചെയ്ത്. ഓനെ പിരിയേറ്റുന്നതേ ആ ഉമേറ. ഓനെ ശരിയായിക്കോളാം. ആ കല്യാണം കഴിയട്ടെ. കാക്ക എനിക്ക് റംലുത്താന്റെ ഗതി വരും. അതുകൊണ്ടാ ഞാൻ പറയണേ. കരീംഖാനെ പോലെയാ നാസർ. നോക്ക് അഭിനോട് എന്തേലും ഉണ്ടോ? കാക്ക ഞാൻ അഭിയുടെ കാര്യമല്ല ഇവിടെ പറയണേ. ഞാൻ നാസർക്കന്റെ പ്രശ്നമാണ് പറയണേ. എന്താ വിജയ, എന്താ പ്രശ്നം? ഓളുടെ ഓരോ തോന്നലുകൾ. എന്താണേ പറയടോ. ഒന്നുമില്ല, നാളെ പള്ളിയിൽ നിന്ന് കാണാം. ബായിക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്ന് നിനക്കറിയാലോ. ബായും കൊയ്യൊന്നും അല്ല, ഇതാരാ ചെയ്തെന്ന് നാസറിനറിയാം. നാസറേ, ആരെഴുതിയാലും ഫാത്തിമക്കാരോടോ പ്രേമുണ്ടെന്ന് അറിയണ്ടേ? കാക്കിന്റെ മാന്തൽ പോലെ JCBന്റെ മാന്തലേ. എന്തേ മാന്തണോ? എല്ലാരും കേൾക്കാൻ വേണ്ടിട്ടാ പറയുന്നത്. ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും ഈ നാസർ ഫാത്തിമനെ കെട്ടും. അത് കെട്ടായോ? ഇതെവിടെയായിരുന്നു? എന്നോടൊന്നും പറയിപ്പിക്കണ്ട. നീ ഇതെന്ത് പോക്കിത്തരാടാ കാണിച്ചേ? ആ നാസർ വിചാരിക്കൂല ഞാനാന്ന്. എന്നെ തല്ലിട്ട് അങ്ങനെ സമാധാനമായിട്ട് കെട്ടണ്ട. ഞാൻ ഇതൊക്കെ പുകിലാണോ ഇനി ഉണ്ടാവുക? ഏത് നേരത്താണോ ഈ നാട്ടിൽ കാലുകുത്താൻ തോന്നി? എനിക്ക് പേടിയാവളയാ. അവളെങ്ങാനും അരഞ്ഞാണ കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ലോ, തീർന്ന്. എന്ത് ചെയ്യൂ? നമുക്കൊന്ന് ഭയനാണ്ടല്ലോ. വീട് പൊളിക്കണോണ്ട് കുഴപ്പമില്ല, പോലീസ് പിടിക്കും, കല്യാണം മുടങ്ങും, ഞാനും കൊടുക്കും. ആരാ നാസറേ? എന്താടാ? അവനോട് ഇല്ല, പുറത്താ. ആ പന്നീനോട് പോയി പറഞ്ഞോളേ, ഓനെവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നാസർ ഓനെ കണ്ടുപിടിച്ച് പെട്ട് തുണ്ടാക്കുന്നു. ഓന് പല പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്താ. ഓനെ എന്റെ പെണ്ണിന്റെ പുറകെ, ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്നിടത്തോണ്ട് പൂഴ്ത്തും. പെരുമാന് തങ്ങളൂടെ അറിയൂല. ബായ്, രക്ഷിക്കണം. ബായ്.